ഹായ്, വെൽക്കം ടു സിൻസീസ് കുക്കറി ചാനൽ. നമുക്കിന്നിവിടെ ഒരു റാഗി പൊടി കൊണ്ടുള്ള ഇടിയപ്പം റെഡിയാക്കി നോക്കാം. കണ്ടോ, നല്ല നൈസായിട്ട് പൊടിഞ്ഞ റാഗി പൊടിയാണിത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുകയാണ്. ഗീ 1 സ്പൂണോളം ഗീ ഉണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ടോ ഇനി ഇതിലേക്ക് ഗീ കുറച്ച് ലൂസായിട്ടുള്ള ഗീ ആണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വെട്ടി തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് കൃത്യമായിട്ടൊരിത് പറയുന്നില്ല. കണ്ടോ, ഏകദേശം നന്നായിട്ട് വറുത്ത പൊടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നോക്കാം. നമുക്കിങ്ങനെ യോജിപ്പിച്ച ശേഷം കാണിച്ചു തരാമേ. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ മൂടി വയ്ക്കാമേ. അപ്പം നമ്മുടെ മാവ് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കുക. നല്ല ചൂടിനെ തന്നെ, ഏകദേശം ചൂടിനെ തന്നെ കൈക്ക് നല്ല പൊള്ളലൊക്കെ ഉണ്ടാവും. കൈയൊക്കെ ചുമന്നു. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ട് ഇതുപോലെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ എണ്ണയൊക്കെ തൂത്തുന്നുണ്ടോ, ഇതുപോലെ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ആവിയേറ്റാൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ സ്റ്റീമറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ സൂപ്പറായിട്ടുണ്ട്.